പാലച്ചോട്ടിൽ യക്ഷിയുണ്ട്, പാലയിൽ പ്രേതമുണ്ട്. അതിന്റെ കഥ ഇതാണ്. ഇത് യഥാർത്ഥമായ കാര്യം ഇതാണ്. പണ്ട് കാലങ്ങളിൽ കാൽനട യാത്രകള് അതിലും കുതിര മറ്റേ കാളവണ്ടി ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന യാത്രകൾ കൂടുതലും കാൽനടയായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലാണ് ആൾക്കാർ വിശ്രമിക്കാൻ സഞ്ചാരം അവസാനിച്ചിരിക്കണം. പണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കുണ്ടായ ഒരു രോഗങ്ങളിൽ ഒന്നാണ് ആസ്മ, വലിവ്, ശ്വാസമുട്ട്, ശ്വാസതടസ്സം. കാരണം പൊടി മറ്റു അനിയമിതമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ള പ്രായ ആൾക്കാർ വന്ന് വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കണം ചിലപ്പോൾ പാലച്ചോട്, പാലയുടെ ഭാഗങ്ങളൊക്കെ ഇരിക്കും. ഈ പാലക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വന്ന കാലം മുതൽ ഒടിഞ്ഞു പോണ കൊമ്പുകൾക്ക് മൂർച്ചയുണ്ടാവും. ഒടിഞ്ഞ് ഇരിക്കുന്ന കുറ്റികൾക്ക് മൂർച്ചയുള്ളതായിരിക്കും. തന്നെ ഒടിഞ്ഞ് കറക്റ്റായിട്ട് ഷേപ്പായിട്ട് മൊനയിട്ട വന്ന ഇതാണ്ട് മരം എത്രത്തോളം ഉയർന്നു പോയാലും ഈ അടിയിൽ ചെറിയ ചെറിയ കുറ്റികൾ എന്തായാലും ഉണ്ടാവും. ഈ പാലട കുഴപ്പം എന്താ, ഭൂമിയിലുള്ള എല്ലാ ഓക്സിജനെയും വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. അപ്പൊ പാല പൂത്ത സമയമാണെങ്കിലാ, ഈ യക്ഷി വന്ന സമയം എന്നാണെന്ന് ആൾക്കാർ പറയണ, പൂത്ത സമയമാണെങ്കിൽ ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുള്ളൂ, ഓക്സിജൻ വലിച്ചെടുത്ത്. ആസ്മയൊക്കെ ഉള്ളവൻ ചിലപ്പോൾ വിശ്രമിക്കാതിരിക്കുന്നത് അവിടെ ആയിരിക്കും, ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാനിരിക്കണം. ഈ 4-5 മണിക്കൂറും പ്രകൃതിദത്തമായ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ആസ്മ രോഗി വലിച്ചാൽ സ്വാഭാവികമായിട്ട് തളർച്ച, കൊഴിഞ്ഞ് വീഴും, നാടിഞ്ഞരമ്പുകളിൽ ലൂസാവും, കുഴഞ്ഞു വീഴും. പിന്നെയും ഒരു 2-3 മണിക്കൂർ ശ്വസിച്ച ആൾ മരണപ്പെടും. ഇങ്ങനെ മരണപ്പെടുന്നത് വീണ വീഴ്ചയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു മുറിഞ്ഞിട്ടുണ്ടോ. അതാണ് യക്ഷി പിടിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ പ്രമാണം ഉണ്ടാക്കിയത്. അതാണ് യക്ഷി എന്നതാണ് യഥാർത്ഥ യക്ഷി. ഇതാണ് ലോജിക്കലായിട്ടുള്ള ഒരു പാലയിലുള്ള യക്ഷിയുടെ ഇതാണ് പാലയിലെ യക്ഷി.